നമസ്കാരം, റോസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു നാടൻ മീൻകറിയാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അല്ലേ. ആദ്യം തന്നെ ഞാനിവിടെ മീനിവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പിലോപ്പിയാണ്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. തേങ്ങയുടെ 1-ാം പാൽ, 2-ാം പാലും, ഇഞ്ചി, പച്ചമാങ്ങ, കറിവേപ്പില, ചെറിയുള്ളി 1 കപ്പ്, ഇത് മൂപ്പിക്കാനാണ്. ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഇത് നമുക്ക് ആ കറിയിലേക്ക് ഇടാനുള്ള ചെറിയുള്ളിയാണ്. പച്ചമുളക് ആവശ്യത്തിന്, അതുപോലെ തന്നെ മുളക് പൊടി ആവശ്യത്തിന്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമ്മുടെ മീനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഞങ്ങൾ മല്ലിപ്പൊടി ഉപയോഗിക്കാറില്ല, പച്ചമുളക് ആവശ്യത്തിന്, ഇഞ്ചി ആവശ്യത്തിന്, കറിവേപ്പില, ചെറിയുള്ളി, പച്ചമാങ്ങ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടി നമുക്ക് നന്നായി കൂട്ടി യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ തേങ്ങയുടെ 2-ാം പാൽ ഒഴിക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്കത് അടച്ച് വെച്ച് ഒരു 15-20 മിനിറ്റ് മീൻ വെന്ത് കഴിഞ്ഞ് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി 1-ാം പാൽ നന്നായി തിളച്ച് വരുമ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായിരിക്കണം. ഇനി നമുക്കത് കാച്ചിയെടുക്കാം. ആദ്യം തന്നെ പാൻ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ചെറിയുള്ളി, നമ്മൾ അടുത്ത കപ്പ് 1 കപ്പ് മാറ്റി വെച്ച ചെറിയുള്ളി ഇടാം. കറിവേപ്പില, ഇത് നന്നായി ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് ഒരു ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് നമ്മുടെ മീൻ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് റോസസ് കിച്ചൺ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.